ഹലോ, ഇന്ന് കൊഴുക്കട്ട ശനിയല്ലേ? എന്നാൽ പിന്നെ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഈ സമയം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ അടിക്ക് പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരും കേട്ടോ. ആ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്, ആ മാവിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം മാവൊക്കെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മാവൊന്ന് തണുത്ത് വരട്ടെ. അപ്പം ഞാൻ ആ സമയം ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ തിളച്ച ശർക്കര പാനിയിലേക്ക് ഞാൻ ഒരു 2 പിടി തേങ്ങയാണ് കേട്ടോ ചിരകിയതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചായിട്ടാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ ഈ ശർക്കരയും തേങ്ങയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഞാൻ നന്നായിട്ട് ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കയ്യിലേക്ക് നമ്മുടെ മാവ് ഒന്ന് വെച്ച് നല്ലപോലെ പരത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ പീരയും കൂടെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ പിന്നെ അത് നമുക്ക് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റുമേ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരോ കൊഴുക്കട്ടകളായിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് പരത്തി വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീമറോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കിന്നൊരു ചെറിയൊരു സ്റ്റീമർ സെറ്റപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ആ കൊഴുക്കട്ടകൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്കൊന്ന് പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം 8 കൊഴുക്കട്ടയല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നിച്ചതിനകത്തേക്ക് അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട് ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് ആവി പുറത്തേക്ക് പോകുമെങ്കിലും നമുക്ക് കൊഴുക്കട്ടകളൊക്കെ നല്ലപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊഴുക്കട്ടയൊക്കെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ.